ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അവിടെ എത്തിയപ്പോൾ എയർപോർട്ടിലെത്തിയപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡ്രൈവറെ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന വഴിയാണ്. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ ആന്ധ്ര ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹോട്ടലിൽ കയറി. അവിടെ നല്ല റവ ഇഡ്ഡലി, അതേപോലെ ചട്നി അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ചമ്മന്തി തീരെ കൊള്ളില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. സുർജിത്ത് ഭവനിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ ഉണ്ടായിരുന്നത്. അതിനുശേഷം അന്നത്തെ ദിവസം വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് പിറ്റേ ദിവസമായിരുന്നു ഞങ്ങൾക്ക് പ്രോഗ്രാം. അപ്പോൾ അന്നത്തെ ദിവസം ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്ത്യ ഗേറ്റിൽ പോയി. ഇന്ത്യ ഗേറ്റിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോഗ്രാഫർ സത്യം പറഞ്ഞാൽ ഞങ്ങളെ പറ്റിച്ചു. കാരണം ഒരു ഫോട്ടോന് 20 രൂപ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു 10-40 ഫോട്ടോസാണ് അന്ന് എടുത്തത്. പിന്നെ ഈ ഇന്ത്യ ഗേറ്റും സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു സ്റ്റാച്യൂവും, അതേപോലെ തന്നെ അമർ ജവാൻ ജ്യോതി, അത് പിന്നെ രാഷ്ട്രപതി ഭവനും ഇത്രയും നേർരേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1-2 ഫോട്ടോഗ്രാഫർ എടുത്താണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതാണ് അമർ ജവാൻ ജ്യോതി കേട്ടോ. അമർ ജവാൻ ജ്യോതി സോൾജേഴ്സിൻ്റെ വാറിൻ്റെ ബേസിസിലുള്ളതാണ്. അവിടെ ആരും ഇരിക്കാൻ പോലും അവർ സമ്മതിക്കില്ല. നല്ല ഹെവി സെക്യൂരിറ്റി ആണുള്ളത്. പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു സോൾജിയറിനെ കാണാം സല്യൂട്ട് ചെയ്ത് നിൽക്കണത്. അവർ സത്യം പറഞ്ഞാൽ സ്റ്റാച്യു ആണെന്ന് വിചാരിച്ച് സല്യൂട്ട് ചെയ്ത് നിൽക്കണത്. അത് അവർ എവറി 20 മിനിറ്റ്സ് ആ സോൾജേഴ്സ് അവിടെ സല്യൂട്ട് ചെയ്യുന്നത്. മാറി മാറി ആണ് അവർ നിൽക്കണത്. അങ്ങനെ പിറ്റേ ദിവസമായി ഞാൻ ചെറുതായിട്ടൊന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് താഴെ പോയി ചായയൊക്കെ കുടിച്ചു. അങ്ങനെ മോളിൽ പോയി മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മോളിൽ പോയി. അവിടെ ഞങ്ങൾ മേക്കപ്പ് മാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് വേണ്ടി മാത്രം മേക്കപ്പിന് 7500 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് നല്ലൊരു പരിപാടി ആയതുകൊണ്ട് വിളിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ 7500 എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ സ്വയം മേക്കപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അധികം തിരക്കിടില്ലാണ്ട് തന്നെ മേക്കപ്പ് ചെയ്തു എന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ മേക്കപ്പ് ചെയ്ത എൻ്റെ മേക്ക് ഓവറാണത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പ്രോഗ്രാം സ്ഥലത്തെത്തി. അവിടെ ഭയങ്കര ഹെവി സെക്യൂരിറ്റി ആയിരുന്നു. അതായത് ബാഗ് പോലും ഉള്ളിൽ കടത്തിയില്ല. ആരടി മോദിജി വരുന്നത് കൊണ്ട് ബാഗ് പോലും ഉള്ളിൽ കടത്തിയില്ല. അങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി സച്ചിദാനന്ദ സ്വാമിയുടെ അടുത്ത് നിൽക്കുകയാണ്. സച്ചിദാനന്ദ സ്വാമിയാണ് ഇതിനെ പറ്റിയിട്ട് വിവരിച്ചത് എല്ലാം. ഇത്രയും വലിയ പ്രതിഭകളുടെ മുന്നിൽ, അതായത് ഹോം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, ഇത്രയും വലിയ ആൾക്കാരുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞത് അത്രയും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതിന് അവസരം തന്ന ഗ്രേസ് സാറിൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ശിവഗിരി മഠത്തിനോടും. അങ്ങനെ സ്റ്റേജിൽ കളിക്കുന്നതിൻ്റെ ചെറിയൊരു ഭാഗമാണ് നിങ്ങളിവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു. എക്സ് യൂണിയൻ മിനിസ്റ്റർ മുരളീധരൻ സാറ്, അതുപോലെ തന്നെ ഗോപാലൻ സാറ്, ഒരുപാട് പേര് നല്ല അപ്രിസിയേഷനൊക്കെ പറഞ്ഞു. നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞു. അത് ദീപ്തി ഓംശേരി മാമാണ് മോഹിനിയാട്ടത്തിൻ്റെ പ്രതിഭ. അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ രേഖ ഗുപ്ത മാം, ഹോം മിനിസ്റ്ററാണ് കാണുന്നത്. അതുപോലെ തന്നെ സച്ചിദാനന്ദ സ്വാമിയുടെ കൂടെ ആ സ്റ്റേജ് പങ്കിടാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമാണ്. സ്റ്റേജിലുള്ള ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ദീപ്തി ഓംശേരി മാമിൻ്റെ കൂടെ ഫോട്ടോ എടുത്തതും. പിന്നെ ഒരുപാട് പേര്, അതായത് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് നല്ല അപ്രിസിയേഷൻ തന്നു. ഒരുപാട് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും വലിയ സ്റ്റേജിൽ ഇങ്ങനെ ഒരു പെർഫോം ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സച്ചിദാനന്ദ സ്വാമിയുടെ നിന്ന് ഉപഹാരം വാങ്ങി. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ തൊട്ട് വാങ്ങിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഗോപാലൻ സാറാണ് അടുത്ത് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോ ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഇനി ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ സരോജിനി മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. ഇതെന്നെ എടുത്തത് ചെറിയ വീഡിയോ, ഇതിന് വേണ്ടി വ്ളോഗ് എടുക്കണം അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല. ചെറിയ വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഇട്ടു മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എയർ ഇന്ത്യയിൽ തന്നെയാണ് ഞങ്ങൾ വന്നത്. ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ ഭയങ്കര ഹെവി വെതർ, തീരെ മോശമായിരുന്നു. അതുകൊണ്ട് ചായ ഒന്നും അവർ തന്നില്ല.
കാരണം ക്യാബിൻ ക്രൂവിന് സീറ്റിൽ നിന്ന് നീക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചായ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ എക്സിറ്റ് ഡോറിൻ്റെ അടുത്താണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നത്, ഞാനും അഞ്ജനയും. ഇതാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഞ്ജന.